ലോ ഡിഗ്രി മാൻഡേറ്ററി ആക്കുമോ എന്ന തരത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇനിയും മുതൽ ലോ ഡിഗ്രി ആണോ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന തരത്തിൽ. നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ എന്തുകൊണ്ടാണ് പഠിച്ചു തുടങ്ങേണ്ടത്? എന്ത് ഗുണമാണ് ഈ എക്സാമിന് വേണ്ടി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്? നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെടുത്തി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നതിൽ ആരംഭിക്കുക. എന്നത്തേക്കായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുക? അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നത് 27/3/2024 ആ ഒരു ഡേറ്റിലായിരുന്നു ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇത് 2024 മാർച്ച് മാസമാണ്. 2 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ഓക്കെ, 2 വർഷം റാങ്ക് ലിസ്റ്റ് കാലാവധി. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് 2 വർഷം കഴിയുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരണം. അതായത് ഇത് വെച്ചിട്ടായിരുന്നെങ്കിൽ മാർച്ച് മാസം 2026 ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരേണ്ടത്. പക്ഷേ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇപ്പോൾ ജൂൺ മാസം ആയിട്ടുണ്ട്. ഉടനെ തന്നെ ഈ വരുന്ന മാസത്തിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. മക്കളെ, അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്നുള്ളതിന്റെ പ്രശ്നം തീർന്നു. 2026 അടുത്തൊരു മാസം ജൂൺ ജൂലൈ മാസത്തോടുകൂടി തന്നെ എന്ത് പ്രതീക്ഷിക്കാം? ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. 2 വർഷമാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. മക്കളെ, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സാലറി തന്നെയാണ്. ഡിഗ്രി നിലവാരത്തിൽ 39,300 മുതൽ 83,000 വരെയാണ് ഈ ഒരു പരീക്ഷയുടെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സാലറി വരാനുള്ള സാധ്യതയുള്ളൊരു പോസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിന്റെ ജോലി കിട്ടുക എറണാകുളം ജില്ലയിലായിരിക്കും കേട്ടോ. എറണാകുളം ജില്ലയിലാണ് ഇതിന്റെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ കീഴിലാണ് ജോലി കിട്ടാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വിളിച്ചത് 41 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വേക്കൻസിയോട് കൂടിയിട്ടായിരുന്നു. 41, ഏതാണ്ട് 60ഓളം വേക്കൻസികൾ നിലവിൽ ഫില്ലായിട്ടുണ്ട്. അപ്പൊ അടുത്ത നോട്ടിഫിക്കേഷനിലും ഏതാണ്ട് അത്രയൊക്കെ എന്ത് പ്രതീക്ഷിക്കാം? വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണ്ട് അത്രയൊക്കെ തന്നെ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം വേക്കൻസികൾ കുറവാണ് എന്നുള്ളതല്ല, ഇതിന്റെ ആപ്ലിക്കൻസിന്റെ എണ്ണവും വളരെ കുറവായിരിക്കും. അതിന്റെ കാരണങ്ങൾ ഞാൻ മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ സാലറി അത്യാവശ്യം കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഏത്? ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. എറണാകുളം ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യാനും പറ്റും. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ എന്താ പ്രത്യേകത? മക്കളെ, കുറെ അധികം ആളുകളും ഇവിടെ ഒഴിവാകുന്നതിന്റെ കാരണം ഇത് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ 50% മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? സ്കോർ ചെയ്തിരിക്കണം എന്നൊരു കണ്ടീഷൻ കൂടിയുണ്ട്. 50% മാർക്ക് സ്കോർ ചെയ്ത ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോ അതല്ല എങ്കിൽ മാസ്റ്റർ ഡിഗ്രിയോ ലോ ഡിഗ്രിയോ ഉള്ളവർക്കോ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ലോ ഡിഗ്രി മാൻഡേറ്ററി ആക്കുമോ എന്ന തരത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇനിയും മുതൽ ലോ ഡിഗ്രി ആണോ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന തരത്തിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് സാധ്യതയില്ല കേട്ടോ. അതിന് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. ഡിഗ്രി നിലവാരം തന്നെയായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. കാരണം ഇത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ സമയത്തും ഇതേപോലെയുള്ള സംസാരം ഉണ്ടായിരുന്നു. ഇവിടെ കമ്പ്യൂട്ടർ നോളജ്, കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിന്റെ നോളജ് മാത്രമാണ് ചോദ്യം. അതും നിർബന്ധമാക്കാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഇനി മറ്റൊരു പ്രത്യേകത ഇതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ ആണ്. എന്താണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം പാറ്റേൺ? മക്കളെ, 3 ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ് ആണ് ഇതിൽ നടക്കുക. 3 ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ്. അതിൽ ഒന്നാമത്തേത് ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്. ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ 100 മാർക്കിലാണ് നടക്കുക എങ്കിലും 50 മാർക്കും ജനറൽ ഇംഗ്ലീഷ് ആയിരിക്കും. 50 മാർക്ക് ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും എവിടെ നിന്നായിരിക്കും? ജനറൽ ഇംഗ്ലീഷ് ആയിരിക്കും. 40 മാർക്കാണ് GK. ഈ GKയിൽ വരിക പ്രധാനമായിട്ടും ഇന്ത്യയും കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, ജനറൽ സയൻസ് അതായത് ഫിസിക്സ്, അതേപോലെ തന്നെ കെമിസ്ട്രി, അതേപോലെ തന്നെ ബയോളജി, ഈ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ, ഇൻഫർമേഷൻ ടെക്നോളജി, കറണ്ട് അഫെയർസ്. ഇത്രയും സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും എവിടെ വരുന്നത്? നമ്മുടെ ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 10 മാർക്ക് ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരും. മക്കളെ, ഇതിന് അനുവദിച്ചിട്ടുള്ള സമയം 75 മിനിറ്റ് ആണ്. 75 മിനിറ്റ് ആണ് അനുവദിച്ചിട്ടുള്ള സമയം. അപ്പൊ പരീക്ഷ ആരംഭിക്കുന്നത് 10 മണിക്കാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 11:15 ആവുമ്പോൾ എക്സാം കഴിയും. ക്ലിയർ അല്ലേ? ഈ ഒരു എക്സാമിന് 1 മാർക്ക് ഒരു ശരി ഉത്തരത്തിന് കിട്ടുകയും 0.25 നെഗറ്റീവ് അടിക്കുകയും ചെയ്യും. തെറ്റിക്കഴിഞ്ഞാൽ എത്രയാ പോകുന്നത്? 0.25 ആണ്. PSC പോലെയല്ല, 0.33 അല്ല, 0.25 ആണ് നെഗറ്റീവ് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം.
അപ്പം ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാധ്യത വീണ്ടും കൂടുകയാണ്. കാരണം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ നന്നായി ചെയ്യാൻ കഴിയുന്ന, നന്നായി പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ തികച്ചും അഭികാമ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് നൽകുന്ന ഒരു കാര്യമാണ്. പഠിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല. 60 മിനിറ്റ് ആയിരിക്കും എക്സാമിനേഷന് കിട്ടുക. പ്രീസ്, അതേപോലെ കോംപ്രിഹെൻഷൻ, ഷോർട്ട് എസ്സേ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കാം. 11:15 എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ എന്ത് ആരംഭിക്കുകയാണ്? ഡിസ്ക്രിപ്റ്റീവ് ആരംഭിക്കുകയാണ്. 1 മണിക്കൂർ 12:15 വരെ. അതായത് ഒറ്റ ദിവസം തന്നെയാണ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും ഉള്ളത്. ഒരേ ദിവസം തന്നെയാണ് പരീക്ഷ കഴിയുക. പിന്നെ ഇന്റർവ്യൂവിന്റെ പരീക്ഷ കൂടിയുണ്ട്. 10 മാർക്കായിരിക്കും ഇന്റർവ്യൂ. ഈ രീതിയിലാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പാറ്റേൺ വരിക. അപ്പൊ ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ കുറെ പേരങ്ങ് മാറി നിൽക്കും. ബാക്കി കുറച്ച് പേരെ വരെയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതിന് സാധ്യത മറ്റൊന്ന് അവിടെയാണ് കിടക്കുക. ഇനി അടുത്തത്, ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടർ എന്താണ്? ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അതായത് 500 രൂപ നിങ്ങൾ കൊടുത്താൽ മാത്രമേ ഈ എക്സാമിനേഷന് എഴുതാനായിട്ട് കഴിയുള്ളൂ. കേരള PSC പോലെ സൗജന്യ പരീക്ഷയല്ല. സൗജന്യ പരീക്ഷയാണ് എങ്കിൽ കേരള PSCയിലൊക്കെ സംഭവിക്കുന്നത് എന്താ? ഇഷ്ടംപോലെ ആളുകൾ പരീക്ഷ എഴുതും. പക്ഷെ അതിൽ വളരെ കുറച്ച് ആളുകളെ സീരിയസ് ആയി പഠിക്കുന്നുണ്ടാവുകയുള്ളൂ. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ പക്ഷേ അങ്ങനെയല്ല. 500 രൂപ ഫീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണം കേരള PSCയുടെ പോലെ അത്ര ഉയരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ട്. ഈ 500 രൂപ ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബോ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറീസ് ഉള്ള ആളുകളാണെങ്കിൽ, ഡിഫറൻ്റ്ലി ഏബിൾ ആണ് എങ്കിലും പേയ്മെന്റ് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പേയ്മെന്റ് കൊടുക്കേണ്ടതില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ 500 രൂപ ഫീസ് പേ ചെയ്തതിന് ശേഷം മാത്രമേ എക്സാമിനേഷൻ എഴുതാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ അതും മറ്റൊരു സാധ്യതയാണ്. ഇനി നോക്കിയാൽ ഇതിന്റെ പ്രൊമോഷൻ ചാൻസ് ആണ്. നിങ്ങൾ ആദ്യം ജോലിയിൽ കയറുക ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിനുശേഷം സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആയിട്ടും, ദെൻ അസിസ്റ്റന്റ് സെക്ഷണൽ ഓഫീസറായിട്ടും, സെക്ഷണൽ ഓഫീസറായിട്ടും, ഫയലിംഗ് സ്ക്രൂട്ടണി ഓഫീസറായിട്ടും, അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിട്ടും, ദെൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിട്ടും, ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടും, രജിസ്ട്രാർ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? പ്രമോഷൻ കിട്ടി പോകാനായിട്ടുള്ള സാധ്യത ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കുണ്ട്. അപ്പൊ പ്രമോഷൻ സാധ്യതയുള്ള പോസ്റ്റുമാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയാം. ഇത്രയും പ്രത്യേകതകൾ ആർക്കുണ്ട്? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. അപ്പം നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. മനസ്സിൽ ഒരു തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ട് എങ്കിൽ നമുക്ക് ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളൊരു 12 വർഷം പഠിച്ച വിദ്യാർത്ഥിയാണ്. ഞാനൊരു കഥ പറഞ്ഞാൽ ഞാൻ ഒരാളുടെ കഥ പറഞ്ഞുതരാം. നിങ്ങൾ ആ കഥയൊന്ന് കേട്ടു നോക്കിയാൽ. അതായത് ഒരു വിദ്യാർത്ഥി, അവന് 12 വർഷം തൊട്ട് 15 വർഷം വരെ തൻ്റെ പഠനകാലം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ആരോടും പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ എല്ലാ ദിവസവും അവൻ സ്കൂളിൽ പോകുമായിരുന്നു. സ്കൂളിൽ പോയി അവൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അവനെ രാവിലെ ഉന്തിത്തള്ളി സ്കൂളിലേക്ക് വിടാൻ അവൻ്റെ അമ്മയുണ്ടായിരുന്നു. അവനെ സ്കൂളിൽ കൊണ്ടാക്കാൻ അവൻ്റെ അച്ഛനോ കൂട്ടുകാരോ ഒക്കെ ഉണ്ടായിരുന്നു. അവനോടൊപ്പം പഠനത്തിൽ ആവേശത്തിൽ മുഴുകുവാനായിട്ട് ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു. സ്കൂളിൽ അവനെ നോക്കാൻ അധ്യാപകരുണ്ടായിരുന്നു. അവനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത്, മോനെ 10ാം ക്ലാസ് ആണ് നിന്റെ ജീവിതത്തിന്റെ നിർണായക രേഖ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 എത്തിയപ്പോൾ +2 ആണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് +2 എത്തിയപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചു. ഡിഗ്രി എത്തിയപ്പോൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് ഡിഗ്രിയാണ് എന്ന് പറഞ്ഞ് അവർ നിന്നെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ ഏതാണ്ട് 15 വർഷത്തോളം നീ പഠിച്ചു. ആരോടും പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ പഠിച്ചു. പക്ഷേ മോനെ, നീ ഇപ്പൊ പഠിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ ഒരു മാറ്റം സൃഷ്ടിക്കാനുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ 15 വർഷവും നീ നന്നായി പോയി. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ട്യൂഷന് പോയി. 9 മണി മുതൽ അല്ലെങ്കിൽ 10 മണി മുതൽ സ്കൂളിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. 4 മണി വരെ തിരികെ വന്ന് വീണ്ടും എന്ത് ചെയ്തു? പഠിച്ചു തുടങ്ങി. വീണ്ടും പഠിച്ചു തുടങ്ങി. എത്ര മണിക്കൂറുകൾ പഠിച്ചു. പക്ഷെ ഇന്ന് ഒരു 5 മണിക്കൂർ മാറ്റിവെക്കാൻ, ജീവിതത്തിനു വേണ്ടി, മാറ്റത്തിനു വേണ്ടി, ഭാവിക്ക് വേണ്ടി ഒരു 5 മണിക്കൂർ മാറ്റിവെക്കാനായിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം കൂട്ടുകാരാണ് ചുറ്റുമുള്ളത്. മക്കളെ, നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക, അന്ന് നിങ്ങൾ ഓടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ്, നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ്.
ഇന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഓടാൻ പറയുന്നതും എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? ഇതേ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ചിന്തിക്കേണ്ടത് നിങ്ങളാണ് മക്കളെ. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ കിട്ടും. ഫീസ് വെറും 4999 രൂപയേ ഉള്ളൂ. ഓബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇന്റർവ്യൂ ഗൈഡൻസ് ചേർത്താണ് വരിക. പലയിടത്തും 10,000 15,000 ഫീസ് ഉള്ളപ്പോൾ നമ്മൾ 4999 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ രണ്ടാമത്തെ ബാച്ചാണ്. ആദ്യത്തെ ബാച്ച് വേഗം ക്ലോസ് ആയി. നമ്മൾ ജൂലൈ മാസം 1-ാം തീയതിയാണ് ഈ ബാച്ചിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. കാരണം 250 സീറ്റുകൾ മാത്രമായിരിക്കും ഈ ബാച്ചിൽ ഉണ്ടാവുക. വളരെ വേഗത്തിൽ അത് ഫില്ലാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോടാം. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു നല്ല സമയം നിങ്ങൾ മാറ്റിവെച്ചോ. ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും. നമുക്ക് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ടോ 8281-223366 ഈ നമ്പറിലേക്ക് നേരിട്ട് അങ്ങ് കോൾ ചെയ്താൽ മതി കേട്ടോ. 8281-223366 നമ്പറിലോട്ട് കോൾ ചെയ്താൽ മതി. നമുക്ക് ക്ലാസ്സിൽ കാണാം.